സൗദിയിൽ വിസിറ്റ് വിസയിൽ വന്ന് പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യാമെന്ന് വിചാരിക്കുന്നവർ അല്പം സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം വിസിറ്റ് വിസ ദുരുപയോഗം ചെയ്ത് ജോലി ചെയ്യുന്നവരെ കണ്ടെത്താൻ സൗദി ആഭ്യന്തര മന്ത്രാലയവും മാനവശേഷി മന്ത്രാലയവും സംയുക്തമായി പരിശോധനകളും നിയമങ്ങളും ഘടിപ്പിച്ചിരിക്കുകയാണ്. ടൂറിസ്റ്റ്, ഫാമിലി അല്ലെങ്കിൽ ഉംറ വിസകളിലെത്തി തൊഴിൽ ചെയ്യുന്ന നിയമലംഘകരെ കണ്ടെത്താൻ ലക്ഷ്യമിട്ടാണ് അധികൃതർ പരിശോധന കടുപ്പിച്ചിരിക്കുന്നത്. നിയമം ലംഘിക്കുന്ന വ്യക്തികൾക്ക് 10,000 സൗദി റിയാൽ മുതൽ 50,000 റിയാൽ വരെ പിഴ ചുമത്തുന്നതിനൊപ്പം ശിക്ഷാ നടപടികൾക്ക് ശേഷം സ്വന്തം ചെലവിൽ നാടുകടത്തുകയും ചെയ്യും. ഇവർക്ക് നിശ്ചിത വർഷങ്ങളിലേക്ക് രാജ്യത്തേക്ക് വീണ്ടും പ്രവേശിക്കുന്നതിന് യാത്രാവിലക്കും ഏർപ്പെടുത്തും. ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾക്ക് 6 മാസം വരെയുള്ള തടവ് ശിക്ഷയും ലഭിക്കാവുന്നതാണ്. വ്യക്തികൾക്ക് പുറമെ നിയമവിരുദ്ധമായി തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിലുടമകൾക്കും സ്പോൺസർമാർക്കുമെതിരെയും കർശന നിയമ നടപടികളാണ് മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ളത്. വിസിറ്റ് വിസയിലുള്ളവരെ ജോലിക്ക് വെക്കുന്ന കമ്പനികൾക്ക് വൻതുക പിഴ ചുമത്തുന്നതിനൊപ്പം അവരുടെ റിക്രൂട്ട്മെന്റ് ലൈസൻസുകൾ താൽക്കാലികമായി റദ്ദാക്കുകയും ചെയ്യും. ഫാമിലി അല്ലെങ്കിൽ പേഴ്സണൽ വിസകളിൽ ആളുകളെ കൊണ്ടുവന്ന ശേഷം അവർ ജോലിക്ക് പോകാൻ അനുവദിക്കുന്ന സ്പോൺസർമാരും തുല്യമായ നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഔദ്യോഗിക തൊഴിൽ വിസയായ ഇക്കാമ ഇല്ലാതെ ജോലി ചെയ്യുന്നവർക്ക് സൗദി തൊഴിൽ നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങളോ ലേബർ കോർട്ടിന്റെ പരിരക്ഷയോ ലഭിക്കുകയില്ല. വിസിറ്റ് വിസകളിൽ എത്തുന്നവർക്ക് ജോലി ചെയ്യാൻ അനുമതിയില്ലെന്ന് വിസ രേഖകളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതിനാൽ ഔദ്യോഗിക തൊഴിൽ വിസയിലേക്ക് മാറാതെ യാതൊരുവിധ താൽക്കാലിക ജോലികളിലും ഏർപ്പെടരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകുന്നു.